രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജേക്കബ് തോമസിനെ നിയമിച്ചത്. അദ്ദേഹത്തെ മാറ്റാൻ ഇനിയും തീരുമാനിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ റിപ്പോർട്ട് ഇത് ഒന്നോ രണ്ടോ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിക്ക് അത്രയും തിരക്കിനിടയ്ക്ക് വായിച്ചു തീർക്കാൻ സമയമില്ല. 1.5 മാസം വൈകിയത് അത് വലിയൊരു കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അദ്ദേഹം അതിൻ്റെ സമയമെടുത്തു. അത് DGPക്ക് നിയമോപദേശത്തിന് കൊടുത്തതും നന്നായി. പക്ഷേ വാഴയ്ക്കൻ ഇതിൻ്റെ കണ്ടന്റ് പ്രധാനമാണ്. എനിക്കൊന്ന് CR നീലകണ്ഠൻ പറഞ്ഞ ഒരു പോയിന്റുണ്ട്. ഈ ചീഫ് സെക്രട്ടറി മറ്റ് ചില ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതേ ചീഫ് സെക്രട്ടറി എന്തുകൊണ്ട് ജേക്കബ് തോമസിനെ താഴെ ഇറക്കണം എന്ന് പറയുന്നു എന്നുള്ളത്, അത് തീർച്ചയായിട്ടും CR നീലകണ്ഠൻ ഇതിൻ്റെ എല്ലാ അന്വേഷണങ്ങളുടെയും കണ്ടന്റ് ശരിക്കും വായിച്ച് നോക്കാതെയാണ്. കാരണം നീലകണ്ഠൻ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരാളാണ്. അഴിമതിക്കെതിരെ പോരാടുന്നയാൾ, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ പല യുദ്ധങ്ങളും നയിച്ചിട്ടുള്ളയാൾ. ആ നിലയ്ക്ക് തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടുകൾ, ടോം ജോസിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട്, അതുപോലെ KM എബ്രഹാമിനെതിരെയുള്ളത്, ഇത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് ഫയല് പൂഴ്ത്തിവെക്കുകയാണെന്ന് പറഞ്ഞൊരു വിജിലൻസ് കോടതിയിൽ ആരാ പറഞ്ഞിരിക്കുന്നത്? വിജിലൻസിന്റെ അഭിഭാഷകൻ. പക്ഷേ സർക്കാരിനെ കൂടി ബുദ്ധിമുട്ടിലാക്കുന്ന റിപ്പോർട്ടുമുണ്ട്. പോൾ ആന്റണിക്കെതിരെയുള്ള റിപ്പോർട്ട്. അല്ല, പോൾ ആന്റണിക്കെതിരെ ഉള്ള ഏത് റിപ്പോർട്ട്? ഈ പറഞ്ഞതാണ്. മറ്റേ എന്താണ്, EP ജയരാജന്റെ ജയരാജന്റെ, അതായത് ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് പോൾ ആന്റണി. അത് നേരത്തെ FIR. അതെ. അപ്പോൾ തന്നെയല്ല, ജേക്കബ് തോമസ് ഉദ്ദേശിച്ച തരത്തിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട്. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ അല്ല, ആ FIR അടക്കമുള്ള കാര്യങ്ങളാണോ ഒരുപക്ഷെ സർക്കാരിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുക എന്ന സംശയം കൂടിയുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇല്ല. പോൾ ആന്റണിക്കും സർക്കാരിനും തമ്മിൽ എന്താണ് ഹർഷൻ? അതല്ല, ആ കേസിന് ഒരു സ്വഭാവമുണ്ട്. കേസിന് EP ജയരാജൻ്റെ ആ കേസിനുണ്ട്. പക്ഷേ അത് നമ്മുടെ ഈ വിഷയമല്ലല്ലോ. തീർച്ചയായിട്ടും ആ കേസ് നമുക്ക് എത്തിയോട്ടറിയാം. അതിനെ തുടർന്നാണ് IAS പ്രശ്നം ഉണ്ടായത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ജോസഫ് വാഴയ്ക്കൻ ഉന്നയിക്കുന്ന ആരോപണത്തിന് കൂടുതൽ വ്യക്തത വരുന്ന ഒരു വിഷയമാണോ അതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ജോസഫ് വാഴയ്ക്കൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രീയം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഒന്നാമത് ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ജേക്കബ് ജോർജ്, ഞാനൊരു കാര്യം പറയട്ടെ. ജേക്കബ് ജോർജ് പറയുന്നത് പോലെ അത്ര നിർദോഷമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല ഇത് വളരെ പ്ലാൻഡായിട്ട് തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ 1.5 മാസക്കാലം 330 പേജ് അറിയില്ല എന്നതിന്റെ തെളിവല്ലേ വീണ്ടും കൊണ്ടുകൊടുത്തു എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത്. ഇതിന്റെ പ്രാഥമിക ധാരണ പോലും ശ്രീ വാഴയ്ക്കനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ പറയില്ല വീണ്ടും എഴുതി കൊണ്ടുകൊടുത്തു എന്ന്. അതുകൊണ്ട് രാഷ്ട്രീയം പറയുമ്പോൾ ശ്രീ വാഴയ്ക്കൻ ഞാൻ പറയാം. പറഞ്ഞോളൂ മനോജ്, ഒരു കാര്യം ഞാൻ പറയാം. ഇത് നേരത്തെ കൊടുത്തത് അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തതാണെങ്കിൽ ഈ വിഷയം പഴയ വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ പേരിൽ പലതവണ മുഖ്യമന്ത്രി ശ്രീ ജേക്കബ് തോമസിനെ കുറ്റവിമുക്തനാക്കി പരസ്യമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊരു കൈവച്ചാണല്ലോ ഈ 330 പേജ് വായിച്ച്. അല്ല ജേക്കബ് ജോർജ്, ഒരു മിനിറ്റ്, എനിക്ക് മനോജിനോടൊരു കാര്യം ചോദിക്കാം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. 330 പേജ് മുഖ്യമന്ത്രി ഓരോ ദിവസം തന്നെ 2 പേജ് വീതം വായിക്കായിരുന്നോ? ഇത് ആരോടായി പറയുന്നത്? ഇപ്പം 11 പേജിൻ്റെ സിനോപ്സിസ് ഉണ്ടല്ലോ, അത് വായിച്ചാൽ ഏകദേശം വിവരം കിട്ടും. അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട്, അതിനെക്കുറിച്ച് പഠിക്കാൻ DGPയോ അതല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന AG ആരെങ്കിലും ഏൽപ്പിക്കുകയോ ചെയ്യേണ്ടത്. അതല്ലാതെ 1.5 മാസം ഞാനിത് വായിക്കുകയായിരുന്നു. ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ 330 പേജ് അദ്ദേഹം ജുഡീഷ്യൽ ഒരു സ്ക്രൂട്ടറി നടത്തുകയായിരുന്നു. ഇതെന്താ ഈ പറയുന്നത്? മുഖ്യമന്ത്രിമാർക്കൊക്കെ ഇതുപോലെ പരാതികൾ വരും, ഇങ്ങനെ കാര്യങ്ങൾ വരും. അതിനാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുള്ളത്. അവർ നേരത്തെ പറഞ്ഞു UDFൻ്റെ കാലത്തെ പോലെയല്ല, AGയെയും പിന്നെ അതുപോലെ ഡയറക്ടർ ജനറലിനെയാണ് ഏൽപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ 2 പേരും മഹാന്മാരാണല്ലോ. ആരും ഈ ഗവൺമെൻറ് അറിയാതെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണല്ലോ. അപ്പോൾ അതൊന്നും പറയണ്ട. ഞാൻ നിയമസ്ഥാപനങ്ങളും ഒന്നും ഉള്ളത് അറിയാത്ത ആളാണോ ശ്രീ ജോസഫ് വാഴയ്ക്കൻ? ശരിയാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവും. അവിടെ AG ഇല്ല, DGP ഇല്ല, ഉമ്മൻചാണ്ടി പറയുന്ന പോലെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഭരണഘടനാദത്തമായ സ്ഥാപനങ്ങൾ നിയമപരമായ ഉപദേശം നൽകാൻ അല്ലെങ്കിൽ കോടതി കാര്യങ്ങളിൽ ഇടപെടാൻ നിയമിക്കപ്പെട്ട സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ നിയമോപദേശം, അതിൻ്റെ നിയമസാധുത, ഇതൊന്നും ശ്രീ ജോസഫ് വാഴയ്ക്കൻ അറിയില്ലെങ്കിൽ പിന്നെ ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്തരം ചർച്ച നടത്തിയിട്ട് വല്ല കാര്യവുമുണ്ടോ ശ്രീ ജോസഫ് വാഴയ്ക്കൻ?
നിയമോപദേഷ്ടാവിനെ പോസ്റ്റ് ചെയ്തിട്ട് സർക്കാരിനെതിരെ പോയി വാദിച്ച ആളാണ്. ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങയെക്കുറിച്ച് ഉപന്യസിക്കല്ലേ? ലാവ്ലിൻ കേസ് എങ്ങനെ അട്ടിമറിച്ചു എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഞാൻ തിരിച്ചു വരാം. ശ്രീ CR നീലകണ്ഠൻ, ഈ കേസിൽ നേരത്തെ ഈ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയൊക്കെ നടന്നിട്ടുള്ളതാണെങ്കിലും ഞാൻ താങ്കളോട് ചോദിച്ചതും വ്യക്തത വരുത്താൻ ശ്രമിച്ചതും ആ ഘട്ടത്തിൽ ശബ്ദം കൃത്യമായി ലഭിക്കാത്തതുകൊണ്ട് കേൾക്കാതെ പോയതുമായ കാര്യത്തിലേക്കാണ്. ഇങ്ങനെ ഒരു കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇതിൽ കൃത്യമായി KM എബ്രഹാമിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്മേൽ ഈ ചീഫ് സെക്രട്ടറി കൃത്യമായ ശുപാർശ നൽകിയിട്ടുമുണ്ട്. ഇതിനെ ഇപ്പോൾ ഈ സർക്കാർ ഇത് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ മാറ്റാനാണ് എന്നത് ഒരു ധാരണ മാത്രമാണ്. അതുപോലെ ജോസഫ് വാഴക്കനെ പോലെ കുറേ ആളുകളുടെ മാത്രം ഒരു തോന്നലാണ്. അതിനുമപ്പുറത്ത് കൃത്യമായ നടപടിക്രമങ്ങൾ തന്നെയല്ലേ നടന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് തൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അത് ആരോട് ചോദിക്കണം? നേരത്തെ PM മനോജ് പറഞ്ഞതുപോലെ IAGയോട് ചോദിക്കാം, DGPയോട് ചോദിക്കാം, ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. പഴയ ഉപദേഷ്ടാവിൻ്റെ നിയമനത്തിൽ ഒരുപാട് ഞാനും മനോജും തമ്മിൽ തർക്കിച്ചിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരോട് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രിക്ക് നിയമപരമായി ഇനി അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്യാം. കാരണം ഞാൻ പറയുന്നതിൽ നിയമത്തിൻ്റെ പ്രശ്നത്തിന് അപ്പുറത്തുള്ള ചില കാര്യങ്ങളുണ്ടെന്നാണ്. വാഴക്കൻ പറയുന്നത് വേറൊരർത്ഥത്തിൽ ശരിയാണ്. എങ്ങനെയാണെങ്കിൽ നിയമത്തിനപ്പുറത്തുള്ള ചില കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ജേക്കബ് തോമസിനെ മാറ്റാനാണ് ഇത് മുഖ്യമന്ത്രി ചെയ്തത് എന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. അതുവരെ ഇദ്ദേഹത്തെ നിയമിച്ചത് മുഖ്യമന്ത്രിയല്ലേ. കഴിഞ്ഞ മെയ് മാസം മുതൽ അദ്ദേഹം ജേക്കബ് തോമസ് ഇതിൽ വിജിലൻസ് ഡയറക്ടർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു, അദ്ദേഹത്തെ നിയമസഭയിൽ ഡിഫെൻഡ് ചെയ്യുന്നു. അല്ല, അങ്ങനെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് തീർച്ചയായും DGPയുടെയോ ഒക്കെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആ നിയമോപദേശം എന്നത് ഇദ്ദേഹത്തെ മാറ്റി നിർത്താനാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി മാറ്റി നിർത്തുമെങ്കിൽ എങ്ങനെ മുഖ്യമന്ത്രി കുറ്റക്കാരനാവും? അപ്പോൾ മാത്രം മുഖ്യമന്ത്രിയെക്കുറിച്ച് അഭിപ്രായം പറയാം എന്ന് പറയുന്നതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്, കേവലം നിയമത്തിന്റെ പേരിൽ മാത്രം ഇദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ല. അവിടെയാണ് എൻ്റെ പോയിന്റ്. ഇപ്പോൾ നിയമോപദേശം വാദത്തിന് വേണ്ടി നിയമോപദേശം ഇദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് തന്നെ വന്നു എന്നുണ്ടെങ്കിൽ വളരെ കർശനമായി വന്നെങ്കിലില്ല. അല്ലെങ്കിൽ ഇത് പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ട്. ഇതിലൊരു രാഷ്ട്രീയമായ തീരുമാന സാധ്യതയുണ്ട്. കാരണം ജേക്കബ് തോമസിനെ വെക്കുന്നത് കേവലം ഒരു നിയമപരമായ തീരുമാനം മാത്രമല്ല. ഇവിടെ പോലീസിന്റെ അന്വേഷണമാണ് ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്യുന്നത്. പോലീസ് അന്വേഷണം വേണം, അതുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേ ആവശ്യമാണ് ജേക്കബ് തോമസിന് ടോം ജോസിന്റെ കാര്യത്തിലുള്ളത്. അദ്ദേഹം ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നത്. അപ്പോൾ ആ സമാനമായ ഒരു ആവശ്യം വരുമ്പോൾ രണ്ടുപേർക്കും രണ്ട് നീതി എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? അല്ല, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേർക്കും രണ്ട് നീതി എന്നല്ല. ഇവിടെ ജേക്കബ് തോമസിനെയോ ടോം ജോസിനെയോ ന്യായീകരിക്കുകയല്ല. മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കലായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ജേക്കബ് തോമസിനെ അവിടെ ഇരുത്തിയിട്ടുള്ളത് ഈ ആരോപണങ്ങൾക്ക് മുമ്പുള്ളതാണ്, ഇപ്പോഴുള്ള ആരോപണമൊന്നുമല്ല. ഇതിനകത്ത് കൂടുതൽ തെളിവൊന്നും. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ വരുന്നു എന്ന് പറയുന്ന തെളിവുകൾ അത് വിചാരണ ചെയ്യേണ്ടത് കോടതിയാണ്. അത് വരട്ടെ, കോടതിയിൽ വരട്ടെ. പക്ഷേ രാഷ്ട്രീയമായി മുഖ്യമന്ത്രി എടുക്കേണ്ട തീരുമാനം എന്താ? രാഷ്ട്രീയമായി എന്തു വന്നാലും അല്ലെങ്കിൽ ഇങ്ങനെ വലിയൊരു കുറ്റവാളിയെ തെളിയണം, അല്ലെങ്കിൽ ജേക്കബ് തോമസ് അന്വേഷിക്കട്ടെ. ഇനി ജേക്കബ് തോമസിന് മേലെ അന്വേഷണം വേണമെങ്കിൽ അത് വേറെ ഏത് തരം അന്വേഷണം വേണം എന്ന് തീരുമാനിക്കാനും മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്. ഒരു പക്ഷേ കേരളത്തിന് പുറത്തുനിന്നുള്ള ഒരു ഏജൻസി ജേക്കബ് തോമസിന്റെ കേസ് അന്വേഷിക്കേണ്ടത് തീരുമാനിക്കാമല്ലോ, അങ്ങനെ വേണ്ടി തീരുമാനിക്കാമല്ലോ. അതിന് വിരോധമല്ലോ. ഇത് ഇൻഡിപെൻഡന്റ് ഏജൻസി, ഇവിടുത്തെ പോലീസ് അന്വേഷിക്കുമ്പോഴേ അദ്ദേഹം ഇവിടെ ഇരിക്കേണ്ടെന്നുള്ളൂ. ഇപ്പോൾ CBIയോടോ മറ്റേതെങ്കിലും ഏജൻസിയോടോ മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടാം, ഇങ്ങനൊരു ആരോപണമുണ്ടോ സെൻട്രൽ ഗവൺമെന്റിന്റെ സർവീസിൽ. അല്ല ബഹുമാനപ്പെട്ട CR നീലകണ്ഠൻ, ഈ റിപ്പോർട്ട് വെച്ചിട്ട് ജേക്കബ് തോമസിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുത്താൽ മുഖ്യമന്ത്രി നല്ലവൻ, നടപടിയെടുത്തില്ലെങ്കിൽ സോറി ഈ റിപ്പോർട്ട് വെച്ചിട്ട് മുഖ്യമന്ത്രി ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ഹലോ CR നീലകണ്ഠൻ, താങ്കൾ അങ്ങ് ഉദ്ദേശിച്ചത്, ഞാൻ മനസ്സിലാക്കിയത് അങ്ങ് ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. ഈ റിപ്പോർട്ട് വെച്ച് നടപടി എടുത്താൽ മുഖ്യമന്ത്രി നല്ലതല്ല, നടപടി എടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രി നല്ലവൻ, അതല്ലേ? അതൊരു സങ്കുചിതമായ നിലപാടല്ലേ? അല്ല, അങ്ങനെയല്ല, അതല്ല സാർ ഞാൻ പറഞ്ഞത്. ജേക്കബ് ജോർജ് സാർ, ഞാൻ പറയുന്നത്
ജേക്കബ് തോമസിനെ അവിടെ നിലനിർത്തണോ എന്നുള്ളത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. അഴിമതിക്കെതിരായ രാഷ്ട്രീയ തീരുമാനം. ആ ഇച്ഛാശക്തിയാണ് ഇവിടെ പ്രകടമാകേണ്ടത്. ജേക്കബ് തോമസിന് എങ്ങനെ അങ്ങനെ അവിടെ തുടരാൻ കഴിയുമെന്നുള്ള പ്രശ്നം കൂടിയുണ്ടല്ലോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് അന്വേഷണത്തിന് സർക്കാർ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ആരെങ്കിലും കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അങ്ങനെയാണെങ്കിൽ അതിന്റെ തുടർച്ചയായി ആ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും. എന്തായാലും സർക്കാർ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് അന്വേഷണത്തിന് തീരുമാനിക്കുകയും ഈ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനും തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ജേക്കബ് തോമസിന്റെ നിലപാടുകളെ അംഗീകരിക്കലാണ് എന്നുകൂടി പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഇതേ നിലപാടാണ് ടോം ജോസിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അല്ല ഹർഷൻ, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഇത് ജേക്കബ് തോമസിന്റെ നിലപാടിനെ അംഗീകരിക്കലോ അല്ലയോ എന്നുള്ളതല്ല. ഇവിടെ ഇപ്പൊ ചോദ്യം മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കുറിച്ചാണ്. ജേക്കബ് തോമസും ടോം ജോസിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ നിലപാടുണ്ടാവും, അതല്ല വിഷയം. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ നിയമപരമായ പ്രശ്നമേ അല്ല, ഇതിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ വിഷയങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ ടോം ജോസിനെ മാറ്റണമെന്ന്. ജേക്കബ് തോമസ് അല്ലേ പറഞ്ഞുള്ളൂ, ടോം ജോസിനെ മാറ്റിയില്ലല്ലോ മുഖ്യമന്ത്രി. ജേക്കബ് തോമസ് പറഞ്ഞിട്ടും ടോം ജോസിനെ മുഖ്യമന്ത്രി മാറ്റിയില്ല. അത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തീരുമാനമാണ്, അദ്ദേഹം മാറ്റിയില്ല. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി പറഞ്ഞാൽ ഞാൻ മാറ്റുന്നില്ല ജേക്കബ് തോമസിനെ, അന്വേഷണം വരട്ടെ, നിയമപരമായി വരട്ടെ, അപ്പം ചെയ്യാം. ഇനി പോലീസ് അന്വേഷണം വേണം എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഏതുതരം അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമല്ലോ. മുഖ്യമന്ത്രി പറയണേ ഞാൻ CBI അന്വേഷണം ഏർപ്പാടാക്കണേ. തീർച്ചയായും എന്തായാലും ശുപാർശ എങ്ങനെയാണ്, അതിന്മേൽ എന്താണ് നടപടി എന്നത് തന്നെയാണ് ഇനി തുടർന്ന് അങ്ങോട്ട് ജേക്കബ് തോമസിന്റെ ഭാവി നിർണ്ണയിക്കുക. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.